കർത്താവിൻ്റെ മഹത്വമുള്ള നാമം ഇന്ന് രാവിലെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ ദൈവദാസിദാസന്മാരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ചിന്തകളെ ദിവസത്തിലേക്ക് ഏകാഗ്രമാക്കാം. എബ്രായലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണല്ലോ നാം ദീർഘാഴ്ചകളായി നാം തുടർമാനമായി പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. മനഃപൂർവ്വമായി പാപം ചെയ്താൽ മടങ്ങി വരുത്തുവാൻ കഴിയാത്ത രീതിയിൽ മാനസാന്തരത്തിൻ്റെ പരിധിയും വിട്ടുപോകുന്ന അവസ്ഥകളെക്കുറിച്ചാണ്. മടങ്ങി വരുവാൻ ഹൃദയത്തിൽ താല്പര്യമില്ലാത്ത രീതിയിൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് നാം ശ്രമിച്ചാൽ പോലും മടങ്ങി വരുവാൻ കഴിയാത്ത രീതിയിൽ അകന്നു പോകുന്നു. അങ്ങനെ മടക്കി വരുത്തുവാൻ നോ റിട്ടേണിംഗ് റിപ്പൻറ്റൻസ് എന്നുള്ള ചിന്തയാണ് നാം തുടരുന്നത്. അങ്ങനെ നാം പഠിച്ചു വന്നിട്ട് സ്തോത്രം ക്യാരക്ടർ സ്റ്റഡിയാണല്ലോ കഴിഞ്ഞ ആഴ്ചകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശൗലിനെ കുറിച്ചാണ് നാം ഇപ്പോൾ പഠിച്ച അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന് നാം ചെയ്യുന്നത്. കഴിഞ്ഞ 4-5 ആഴ്ചകളായി നാം ശൗലിനെ കുറിച്ചാണ് അവസരങ്ങൾ പലത് കിട്ടിയിട്ടും മനഃപൂർവ്വമായി പാപം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ശൗല് പട്ടുപോയത് എന്നുള്ളതാണ് നാം പഠിച്ചു വരുന്നത്. 1 ദിനവൃത്താന്തം 10-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. 1 Chronicles chapter 10 verse 13 and 14. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും 2 യഹോവയുടെ വചനം പ്രമാണിക്കായാലും 3 നിഷേധിക്കപ്പെട്ട, നീക്കപ്പെട്ട, മാറ്റിവെച്ച അല്ലെങ്കിൽ ദൈവപ്രമാണത്തിന് വിരുദ്ധമായുള്ള പ്രവൃത്തികളിൽ വീണ്ടും ഇടപെട്ട് വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിക്കാലും ഇങ്ങനെ അവൻ മരിക്കേണ്ടി വന്നു. അവൻ യഹോവയുടെ അരുളപ്പാട് ചോദിക്കാകിയാൽ നമ്മൾ അതാണ് അവസാനമായി പഠിച്ച് വന്ന് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച അതിൻ്റെ ആരംഭ ഭാഗമാണ്. ദൈവത്തോട് ആലോചന, ദൈവഹിതം തിരക്കി അറിയണം. ദൈവഹിതം തിരക്കി അറിയാഞ്ഞതുകൊണ്ട് സ്തോത്രം അവൻ മരിക്കേണ്ടി വന്നു, അവൻ്റെ രാജ്യത്ത് നഷ്ടപ്പെട്ടു. അങ്ങനെ ഹൗ ക്യാൻ വി നോ ദ വിൽ ഓഫ് ഗോഡ് എന്നുള്ളതാണ് ദൈവാലോചന എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠിച്ചാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചു വന്നത്. അതിൻ്റെ അവസാന ഭാഗമായി നാം ദൈവഹിതം എങ്ങനെ അറിയാം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചത്. ഇന്ന് ദൈവഹിതം എങ്ങനെ ഉറപ്പാക്കാം, ഹൗ വി ക്യാൻ കൺഫേം ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, ദൈവഹിതം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാക്കാം എന്നുള്ള ചിന്തയിലേക്ക് നാം പോകുന്നു. സ്തോത്രം. നാം കഴിഞ്ഞ ആഴ്ചകളൊക്കെ പഠിച്ചു ദൈവഹിതത്തിനായി നാം പ്രാർത്ഥിക്കണം, ദൈവ വഴികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. സ്തോത്രം. നല്ല ദർശനങ്ങൾ കൂടി, സ്വപ്നങ്ങൾ കൂടി, സാഹചര്യങ്ങൾ കൂടി ഒക്കെ ദൈവം നമ്മോട് സംസാരിക്കും. അല്ലെങ്കിൽ നമ്മുടെ അന്തരംഗത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ദൈവവചനത്തിൽ കൂടി ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമുക്ക് അടയാളങ്ങൾ തരും. അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ഹിതം നമുക്കറിയാൻ പറ്റും. അങ്ങനെ നാം ഇതിനെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള ഹിതം എന്താണെന്ന് ഇന്ന് രാവിലെ നമുക്ക് ചിന്തിച്ചുറപ്പാക്കാം. വായിക്കാം. സദൃശവാക്യം 3-ാം അധ്യായം വളരെ പരിചയമുള്ള വേദഭാഗമാണ്. വാക്ക് വിത്ത് ഗോഡ് ദാറ്റ് വിൽ മേക്ക് യു കൺഫേം ദാറ്റ് യു ആർ വാക്കിംഗ് ഇൻ ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. ദൈവഹിതത്തിൻ്റെ നടുവിലാണ് നിങ്ങൾ നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഹല്ലേലൂയ നാം ചെയ്യേണ്ടത് സദൃശവാക്യം 3-5-6 വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ഹല്ലേലൂയ ആൻഡ് ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. സ്തോത്രമല്ലിയ. എന്ത് ചെയ്യണം? നിന്റെ എല്ലാ അക്നോളജ് ഗോഡ് ഇൻ ഓൾ യുവർ വേസ്. നിന്റെ എല്ലാ വഴികളിലും യഹോവയെ, ദൈവത്തെ ചിന്തിക്കുക. ദൈവകാര്യങ്ങളിൽ നാം ചിന്ത നമ്മൾ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ഉറപ്പാക്കാം സ്തോത്രമല്ലിയ ദൈവാലോചനയിലാണ് നടക്കുന്നത്. നിന്റെ എല്ലാ വഴികളിലും യഹോവയെ, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം ചെയ്തു തരും എന്നാണല്ലോ സാധാരണ. അല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഭൂമിയിലില്ല. അതാണ് എൻ്റെ സത്യം. സ്തോത്രമല്ലിയ. ആൻഡ് ദ മിനിമം റിക്വയർമെൻറ്റ്, ക്യാൻ യു ബ്രീത്ത് യുവർ സെൽഫ്? സ്വന്തമായിട്ട് ശ്വസിക്കാൻ കഴിയുമോ? ശ്വസിക്കുന്ന ആരാ? ദൈവം നമുക്ക് കഴിവ് തന്നതുകൊണ്ടാണ്. അവിടെ തുടങ്ങിയാണല്ലോ നമ്മുടെ ജീവിതം. നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ അല്ലയ്യ ഞാനിപ്പോൾ ശ്വസിക്കാൻ പോവുകയാണ്, ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് പറയുന്ന പോലെ ആരും പറഞ്ഞില്ലല്ലോ ഞാൻ ഇന്ന് രാവിലെ ശ്വസിക്കാൻ പോവുകയാണ്. ഇല്ല, ഇത് നാച്ചുറലി ഇറ്റ്സ് ഹാപ്പനിങ്. അതിനുള്ള കരുത്തും കൃപയും നമുക്ക് തന്നത് ദൈവമാണ്. അതിന് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമായതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ, യേശു അത് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. യേശു പറഞ്ഞ വാക്കൽ യു കൺ ഡു നത്തിങ്. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ ഹല്ലേലൂയ നാം ജീവിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. അതെടുത്ത് പറയുമ്പോഴാണ് നാം ആത്മാവിൽ സന്തുഷ്ടിയുള്ളവരായി മാറുന്നത്. ഇവിടെ പറയുന്നു ഹല്ലേലൂയ യഹോവയിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ എന്ത് ചെയ്യണം? സ്വന്തം വിവേകത്തിൽ
ഊന്നരുത്. ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ കഴിവിനും ബുദ്ധിക്കും വേണ്ടി നെവർ ലീൻ ടു ദാറ്റ്, ബട്ട് വി നീഡ് ടു ലീൻ ടു ദ എവർ ലാസ്റ്റിംഗ് ആം ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ കയ്യിലോട്ടാണ് നമ്മൾ ചായേണ്ടത്. ദൈവത്തിൻ്റെ കരുത്തിലാണ് നാം ആശ്രയിക്കേണ്ടത്. സ്വന്തം വിവേകത്തിൽ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അങ്ങനെ ആണെങ്കിൽ അവൻ നിങ്ങളുടെ ഹി വിൽ മേക്ക് യുവർ വേ പെർഫെക്റ്റ്. നമ്മുടെ പാതകളെ അവൻ എന്താക്കും? നേരെയാക്കും. സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, നാം ദൈവഹിത ഉറപ്പാക്കുന്നത് നാം ആ വിഷയത്തിൽ ദൈവത്തെ ചിന്തിച്ചോ എന്നുള്ളതാണ്. ഏത് കാര്യത്തിനകത്തും നിങ്ങൾ ദൈവത്തെ ഇൻവോൾവ് ചെയ്തോ എന്നുള്ളതാണ്. സ്തോത്രം. അത് ദൈവം നമുക്കൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു. ഏത് വിഷയത്തിൽ. അതുകൊണ്ടല്ല ദൈവമക്കൾ ഇപ്പോഴെനിക്കുണ്ടോയെന്ന് അറിയത്തില്ല, പഴയ കാലത്ത് എന്തെഴുതിയാലും ദൈവഹിതം ആയാൽ, ദൈവഹിതമാണെങ്കിൽ ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന കാര്യങ്ങൾ കൺവെൻഷനൊക്കെ വെക്കുമ്പോൾ കാരണം എന്താ വെക്കുന്നത്? ദൈവഹിതമായാൽ ഇന്ന മാസം സുവിശേഷ യോഗം നടക്കും. ദൈവഹിതമാണെങ്കിലേ നടത്താവുന്നല്ലേ എൻ്റെ അർത്ഥം. നമ്മുടെ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ പറയും, പാസ് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കണം, ദൈവഹിതമാണെങ്കിലും ഞാൻ സഭായത്തിന് പോകണം. അതൊക്കെ ആത്മീയ വിഷയവുമായിട്ട് ചേർത്ത് വെച്ചാൽ പണിയുന്നത്. ദൈവഹിതമാണോ എന്ന് തിരക്കി അറിയുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. എല്ലാറ്റിനോടും ദൈവത്തെ ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. ദൈവത്തെ അതുകൊണ്ട് നമ്മുടെ ചിന്താമണ്ഡലം, വി നീഡ് ടു ചേഞ്ച് അവിടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവങ്ങളെ മാറ്റിമറിക്കണം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം വായിച്ചാട്ട്. ഫിലിപ്പർ 4:8-9. ഒടുവിൽ ഫൈനലി ബ്രദറൻ ആഫ്റ്റർ ഡൂയിങ് ഓൾ ദീസ് തിങ്സ്, 4 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 7-ാം വാക്യം വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതും സൽകീർത്തിയായതും സൽഗുണമായതും പുകഴ്ചയായതും ഒക്കെ എന്ത് ചെയ്യണം? മെഡിറ്റേറ്റ് ഓൺ ദീസ് തിങ്സ്. ദൈവത്തെ എങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത്? വാട്ട് വി ആർ മെഡിറ്റേറ്റിംഗ് അപ്പോൺ. നാം എന്താ ചിന്തിക്കുന്നത്? അവിടെ ദൈവസാന്നിധ്യമുണ്ട്. ഇവിടെ പറയുന്നത് ദൈവമക്കളെ അല്ലലിയ കുശുമ്പും കുന്നായ്മയും അല്ലലിയ മറ്റുള്ളവനെ എങ്ങനെ താഴ്ത്തിക്കെട്ടാം, മറ്റുള്ളവർക്ക് അല്ലലിയ എങ്ങനെ പാര വെക്കാമെന്നുമുള്ള അല്ല ചിന്തിക്കേണ്ടത്. എന്താ ചിന്തിക്കേണ്ടത്? ഘനമായത്, സത്യമായത്, നീതിയായത്, നിർമ്മലമായത്, സൽകീർത്തിയായത്, സൽഗുണമായത്, പുകഴ്ച വരുത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. നമ്മുടെ മൈൻഡ് ട്യൂൺ ചെയ്യുന്നത് അങ്ങനെയാണ്. സ്തോത്രമല്ല. ദൈവവിഷയമായി നാം സമ്പന്നരാകുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ അങ്ങനെ നാം ഏകാഗ്രമാക്കണം. അപ്പോൾ നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. ദൈവഹിതത്തിൽ തന്നെയാണോ നാം നിൽക്കുന്നത് എന്നറിയുന്നത് ദൈവഹിതത്തിൻ്റെ പാതയിൽ നിൽക്കുവാൻ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത അകത്തുണ്ടായിരിക്കണം. 2, നാം എപ്പോഴും വായിക്കുന്ന വാക്യമാണ്, നമ്മുടെ ജീവിതങ്ങളെ ശരീരങ്ങളെ സമർപ്പിച്ചാണല്ലോ. നാം കഴിഞ്ഞ ആഴ്ച വായിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അല്ലയ്യ, നമ്മുടെ എല്ലാ ഹിതത്തെയും ദൈവസന്നിധിയിൽ, അത് 3 കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലാണെങ്കിൽ റോമാലേഖനം 12:2 വാക്യം വായിച്ചു. അറിയാവുന്ന വാക്യമല്ല, ഒന്നുകൂടെ വായിച്ചു. ഡു നോട്ട് ബി കോൺഫോംഡ് ടു ദിസ് വേൾഡ്. ഈ ലോകവുമായിട്ട് ചേർന്ന് പോകാതെ ലോകത്തിൽ നിന്നുകൊണ്ട് ദൈവഹിതം തിരിച്ചറിയാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ലോകത്തിൻ്റെ കാര്യങ്ങൾക്കാണ് നമുക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ നമുക്ക് അല്ലല്ലിയ ആ കാര്യങ്ങളിൽ അല്ലല്ലിയ ദൈവഹിതം അറിയാൻ പറ്റത്തില്ല. നാം എന്ത് ചെയ്യണം? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് ഈ 3 കാര്യങ്ങൾ ഉറപ്പാക്കണം. നന്മയുണ്ടായിരിക്കണം. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ദൈവിക നന്മകൾ, ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ് ഷുഡ് റിവീൽ ത്രൂ എവറി ആക്ട് വാട്ട് വി ഡു. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും കൂടെ ദൈവത്തിൻ്റെ നന്മ വെളിപ്പെട്ട് വരണം. 2, എന്താ അവിടെ? പ്രസാദം ഉണ്ടായിരിക്കണം. ദൈവിക പ്രസാദമുള്ള കാര്യമായിരിക്കണം. 3, പൂർണ്ണതയായിരിക്കണം. അല്ലല്ല, ബാക്കി കാര്യം നാളെ തരാമെന്നല്ല. ഒരു വിഷയത്തിനകത്ത് ദൈവിക പെർഫെക്ഷൻ അത് അനുഭവിക്കണം. ദൈവം പെർഫെക്റ്റ് ദൈവമാണ്. നമ്മുടെ വഴികളെല്ലാം ദൈവം പൂർണ്ണതയുള്ള ദൈവമാണ്. അപ്പം ഇതാണ് ദൈവഹിതം തിരിച്ചറിയാനുള്ള അടുത്ത വഴി. നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെ മുഴുവൻ, നമ്മുടെ ഇഷ്ടങ്ങളെ മുഴുവൻ, പാട്ട് പാടുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് മാത്രമല്ല, വി നീഡ് ടു അബ്സല്യൂട്ട്ലി സറണ്ടർ എവറി അംബിഷൻ, എവറി ഗോൾ ആൻഡ് ഡിസയർ അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്. യേശുവിൻ്റെ പാദപീഠത്തിൽ സകല താല്പര്യങ്ങളെയും കൊണ്ട് സമർപ്പിച്ച് കഴിയുമ്പോഴാണ് ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുന്നത്. സ്തോത്രം. എനിക്കൊന്നുമില്ല കർത്താവ്, എൻ്റെ ഒന്നുമില്ല. നമുക്ക് ആഗ്രഹങ്ങൾ വരാറുണ്ട്. ആഗ്രഹമില്ലാത്ത? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആശയ ആഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ട്. ഗതസമന തോട്ടത്തിൽ യേശുവിന് വരെ ആഗ്രഹം, മനുഷ്യനെന്ന നിലയിൽ യേശുവും പറഞ്ഞല്ലേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അനുഭവിക്കുവാൻ പോകുന്ന വേദനയുടെ തീവ്രത കണ്ടപ്പോൾ, ദൈവക്രോധത്തിൻ്റെ ചക്കിൽ ദൈവപുത്രൻ വെന്തെരിയുന്നത് മുന്നമേ കണ്ടപ്പോൾ, തൻ്റെ തലയിലേക്ക് കയറുന്ന മുൾക്കിരീടവും ആണികളും ഒക്കെ കണ്ടപ്പോൾ താൻ പറഞ്ഞു പോയി, കഴിയുമെങ്കിൽ ഈ പാനപാത്രം
പക്ഷേ ഉടനെ തിരിച്ചറിഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, ഇതാണ് തിരിച്ചറിയുവാനുള്ള, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക്, ഒരു സമർപ്പണത്തിലേക്ക് നാം എത്തണം. മൂന്നാമതായിട്ട്, മനസ്സിലാക്കിയ ദൈവഗീതം അനുസരിക്കണം. ദൈവഗീതം നമുക്കറിയാം എന്തൊക്കെയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിച്ചാലും അറിയാം ദൈവഗീതം എന്താണെന്നറിയാം. ബട്ട് ആർ വി ഒബേയിങ് ഓർ yielding ടു ദാറ്റ്? അത് അനുസരിക്കുന്നുണ്ടോ? 1 തെസ്സലോനി 4:3 വാക്യം. 1 തെസ്സലോനി 4. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ അതികുറഞ്ഞ ഒരു ഡിസയറും ദൈവത്തിന് നമ്മെക്കുറിച്ചില്ല. പഴയ പ്രമാണത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. നിങ്ങളുടെ എല്ലാ നടപ്പിലും നിങ്ങൾ ആരായിരിക്കണം? വിശുദ്ധരായിരിക്കണം. പാദരക്ഷയും പാളയും ഒരുപോലെ വിശുദ്ധമാകണം ദൈവം ആഗ്രഹിച്ചു. സ്തോത്രം. ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ കാലിൽ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആയതുകൊണ്ട് കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റണം. അതേ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ നടക്കുമ്പോൾ നിങ്ങളുടെ പാളയത്തിനകത്ത് അശുദ്ധി കണ്ടിട്ട് നിങ്ങളെ വിട്ടുമാറാതിരിക്കേണ്ടതിന് നിങ്ങളുടെ പാളയം എങ്ങനെ ആയിരിക്കണം? അപ്പോൾ പാദവും പാളയും ഒരുപോലെ. അപ്പോൾ നമ്മൾ പറയും, കർത്താവ് ഞാനങ്ങ് നന്നായി നടന്നാൽ മതിയല്ലോ, ചുറ്റുപാടിനെ കുറിച്ച് ഞാനിതിനെ പറയുന്നത്. ഒരർത്ഥത്തിൽ ശരിയാ, പക്ഷെ അപ്പോൾ തന്നെ കർത്താവിന് ആഗ്രഹമുണ്ട് നമ്മുടെ പാളയവും നമ്മുടെ പാദവും ഒരുപോലെ വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്കൊരു വ്യത്യാസമായിരിക്കാം. നമ്മളെപ്പോഴും പല ഉദാഹരണമാണല്ലോ, തെർമോസ്റ്റാറ്റിൻ്റെ കാര്യം ഞാൻ ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളാണെങ്കിൽ തെർമോമീറ്റർ പോലാണ് സാധാരണ. കാരണം ആര് ചൂടായാലും നമ്മൾ അവരൊപ്പം ചൂടാവും. പഴയ കാലത്ത് ഗവൺമെൻറ് ആശുപത്രി പോകത്തില്ലേ? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതുപോലൊരു സാധനം കൊണ്ടുവന്ന് നമ്മുടെ നാവിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് നേഴ്സ് എടുത്ത് നോക്കിയിട്ട് പറയും, ഇവനെന്ത് ചൂടുണ്ട്, 90 ഉണ്ട് 100 ഉണ്ടെന്നൊക്കെ പറയും. കാരണം നമ്മുടെ ചൂടാണ് ആരുടെ ചൂട്? തെർമോമീറ്ററിൻ്റെ ചൂട്. നമ്മൾ ചൂടായാൽ അത് ചൂടാവും, നമ്മൾ തണുത്ത അങ്ങനെ കണ്ടിട്ടില്ലേ? ലൗകിക സഭ അങ്ങനെയാണ്, ശീതവാനും അല്ല ഉഷ്ണവും ഒറ്റ ഇരിപ്പാണ്. പക്ഷെ തെർമോസ്റ്റാറ്റ് അങ്ങനല്ല. ഇത് 68 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ചൂടായാലും നിങ്ങളെ ആരാക്കി മാറ്റും? 68 മാറ്റും. 70 എന്ന് പറഞ്ഞാൽ 70 മാറ്റും. നിങ്ങളായിരിക്കണം അന്തരീക്ഷം ക്രമീകരിക്കേണ്ടത്. നമ്മൾ സാധാരണ ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ മൂഡ് പോയി, ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ അന്തരീക്ഷം പോയി, പിള്ളേരെന്തെങ്കിലും ആരെങ്കിലും വന്നില്ലേ, കണ്ടില്ലേ, കേട്ടില്ലേ, പോയില്ലേ, നമ്മുടെ അന്തരീക്ഷം പോവും. പക്ഷെ ഇന്ന് രാവിലെ നമുക്ക് അന്തരീക്ഷം മാറ്റാൻ പറ്റും. നാം അന്തരീക്ഷം മാറ്റുന്നവരായി മാറണം. നമുക്കത് പറ്റുമെന്നേ. അതാണ് ഇവിടെ പറയുന്നത്. പാളയവും നാം വിശുദ്ധരാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ എന്തായി മാറും? വിശുദ്ധമായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ആണ് മറ്റുള്ളവർക്ക് വെളിച്ചം മാതൃകയായി മാറേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ആ ദൈവഗീതം അതികുറഞ്ഞൊരു ദൈവഗീതം ഇല്ല. അടുത്തത് മനസ്സിലാക്കണം. സദൃശവാക്യം 11:14 വാക്യം. പ്രോവർബ് 11:14. ജനം മര്യാദ പരിപാലനമില്ലാത്ത, വേർ ദർ ഇസ് നോ കൗൺസിൽ, പരിപാലനമില്ലാത്തിടത്ത് ജനം എന്ത് ചെയ്യുന്നു? അധോഗതി പ്രാപിക്കുന്നു. മന്ത്രിമാരുടെ ബഹുത്വത്തിലോ, ഇത് നാട്ടിലെ ഇന്ത്യ ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ് കാര്യമല്ല ഈ പറഞ്ഞു വരുന്നത്. ഈ മന്ത്രി പറയുന്നത്, കാരണം പഴയ കാലത്തെ രാജസംസ്കാരം വെച്ചാൽ പറയുന്നത്, പരിപാലനം ഇല്ലാത്തിടത്ത് ജനം എങ്ങനെ നടക്കുന്നു? അധോഗതി പ്രാപിക്കുന്നു. മന്ത്രിമാരുടെ ബഹുത്വത്തിൽ എന്തുണ്ട്? ആലോചനയുള്ളിടത്തുനിന്നുള്ളതാണ്. ദ കൗൺസിൽ, വേർ ദർ ഇസ് നോ കൗൺസിൽ ദ പീപ്പിൾ ഫെയിൽ ഓർ ഫാൾ. എവിടെ ആലോചന ഇല്ലയോ, ദൈവാലോചന ഇല്ലാത്തിടത്ത് അല്ലെങ്കിൽ ജനം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. സ്തോത്രം. പക്വതയുടെ ലക്ഷണമാണ്. പക്വതയുള്ളവരോട് സംസാരിക്കണം. ദൈവഗീതം തിരിച്ചറിയണം. ഈ പക്വത എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ട് മാത്രം കിട്ടുന്നതല്ല, പ്രായം കൊണ്ടും പക്വത കിട്ടും. അപ്പോൾ തന്നെ സ്തോത്രം ഹല്ലേലൂയ. പക്വത 8 വയസ്സുള്ള കുഞ്ഞിനും പക്വത പ്രാപിക്കും. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, പ്രായമുള്ളവരെ എന്ന് ഒക്കെ പറയുമ്പോൾ പക്വത പ്രാപിക്കുന്നതിന് പ്രായമുണ്ട്. പ്രായത്താൽ തഴക്കവും അഭ്യാസവും വരും. കൂടുതലും അനുഭവങ്ങൾ കൂടി നമുക്ക് പഴക്കം ഉണ്ടാകും, പക്വത ഉണ്ടാകും, അറിവിൽ കൂടി പക്വത ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടെങ്കിലും ചിലർ കണ്ടില്ലേ, 90 വയസ്സായാലും 50 വയസ്സായാലും പിള്ളേരുടെ കൂട്ടും ചെയ്യും. എവിടെ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, എവിടെ എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. പക്വത വരുന്നത് ദൈവത്തിൽ നിന്നാണ്. നാം ഈ ഡിസേണിങ് സ്പിരിറ്റും അണ്ടർസ്റ്റാൻഡിങ്, വിസ്ഡം, നോളജും കിട്ടുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ചിലരൊക്കെ 5 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ നല്ല പക്വതയോടെ പെരുമാറുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത് മറ്റുള്ളവരോട് ആലോചന ചോദിക്കണം. നമുക്കെല്ലാം അറിയാവുന്ന ഒരു ധാരണ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു സീക്ക് കൗൺസിൽ ഫ്രം ദ പീപ്പിൾ. മറ്റുള്ളവരോട്, കുഞ്ഞുങ്ങളോടെല്ലാം നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നൊരു കാര്യം അതാണ്, ആലോചന ചോദിച്ചറിയണം. പഴയ കാലത്ത് രാജാക്കന്മാരുടെ കാലം ഉണ്ടല്ലോ. ജോസിയായൊക്കെ രാജാവാകുമ്പോൾ 8 വയസ്സ് 16 വയസ്സൊക്കെ ആയിരുന്നു. നിങ്ങൾ അതിൻ്റെ അടുത്ത് വായിച്ചിട്ടുണ്ടോ? അവൻ്റെ അമ്മയ്ക്ക് മയക എന്ന് പേർ.
എന്ന് പറഞ്ഞാൽ പറയാനും പറഞ്ഞു കൊടുക്കാനും അമ്മ എവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും എഴുതിയിരിക്കുന്നു, അവൻ ഹല്ലേലൂയ ഗാദ് പ്രവാചകന്റെയും ഒക്കെ ആലോചന കേട്ടു പോകുന്നു. അടുത്ത് എഴുതിയിരിക്കുന്നു, അവൻ്റെ അമ്മാവൻ അവനെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. പക്വതയാകുന്നത് വരെ ഉപദേശിക്കാൻ വേണ്ടി ആരെ ആക്കുമായിരുന്നു? എന്തിനേറെ പറഞ്ഞു, നിങ്ങൾ വായിച്ചു നോക്ക്. ശലോമോൻ രാജാവായി കഴിഞ്ഞിട്ട് ബത്ശേബ തൊട്ടടുത്ത് കസേരയിട്ട് രാജമാതാവായി ഇരിപ്പുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം. അപ്പം വാക്ക് ഹല്ലേലൂയ അറിവും വിദ്യാഭ്യാസവും ജ്ഞാനത്തിനും അപ്പുറത്ത് പക്വതയുള്ളവരോട് സംസാരിച്ച് കാര്യങ്ങൾ പറയണം. നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ഉള്ള അറിവിൻ്റെ ഒരു കോണിഷൻ നമുക്കില്ല. അത് സത്യമോ? കാലം കണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് കണ്ടിട്ടുണ്ട്? ഹല്ലേലൂയ. വീട്ടിൽ ഇരുന്നോണ്ട് ഹല്ലേലൂയ സ്ക്രീനെ കണ്ടിട്ടുള്ള പരിചയമല്ലാതെ രണ്ട് ഹല്ലേലൂയ കൊമ്പും മാലും ഉള്ളതിനെ കാണുന്നതല്ലാതെ അവരെന്ത് കണ്ടിട്ടുണ്ട്? നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടുണ്ട്? വിൻഡോയിൽ കൂടെ പുറത്ത് നോക്കി ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ തെങ്ങിന് എത്ര ഉയരമുണ്ടെന്ന് വരെ അറിയാത്തവരുടെ ഉണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് പഠിച്ചതാണ്. വിഷനാണ്. 2020 വിഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. മറ്റേ ദൂരോട്ട് നോക്കിയിട്ട് കാണാനുള്ള കഴിവ് നമുക്കുണ്ടായിരുന്നു. മറ്റേ മുറിക്കകത്ത് തന്നെ കണ്ട് ശീലിച്ചു പോയി. അപ്പോൾ പക്വതയുള്ളവരോട് ചോദിക്കണം. സൂര്യാസ്തമനങ്ങൾ കണ്ടിട്ട്, അതുകൊണ്ടല്ലേ പറയുന്നത് നരച്ച തല ഉള്ളവരെങ്കിലും ഒന്ന് പറഞ്ഞാട്ട്. ഏത് വാക്യമാണ്? എവിടെ ഉണ്ട്? അതറിയാം, മനസ്സിലായി. സദൃശ്യം 16 അതിന് 31 വാക്യം, അവസാനത്തെ വാക്യ. നരച്ച തല, ശോഭയുള്ള കിരീടം, നീതിയുടെ മാർഗത്തിൽ അതിനെ തല്ലുകൊള്ളാതെ വഴക്കുണ്ടാക്കാൻ നടന്നുകൊണ്ടാണ് ഇടയ്ക്ക് ചത്തുപോകാൻ ഞാൻ അർത്ഥം. അത്രേ ഉള്ളൂ. നരച്ച തലേന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തല നനച്ചത്? വേറെ കുരുത്തക്കേടൊന്നും പോയില്ല. ആയുസോടെ ഇരിക്കാൻ അവസരം ഉണ്ടായി. നരച്ച തല, ശോഭയുള്ള കിരീടം, നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. നീതിയുടെ മാർഗത്തിലാണ്. അതുകൊണ്ടല്ലേ പറയുന്നത് നരച്ചവൻ്റെ മോശയ്ക്ക് കൊടുക്കുന്ന പ്രമാണമാ, നരച്ചവൻ്റെ മുമ്പാകെ എഴുന്നേൽക്കണം, വൃതനെ കണ്ടാൽ ആദരിക്കണം. ഇതൊക്കെ വചനത്തിൻ്റെ പ്രമാണമാണ്. അല്ലേ? 10 കൽപ്പനയ്ക്ക് അപ്പുറത്ത് 613 ചട്ടങ്ങളും പ്രമാണങ്ങളും വിധികളും കൊടുക്കുക പറയുന്നു. നരച്ചവൻ്റെ മുമ്പാകെ എഴുന്നേൽക്കണം, വൃതനെ കണ്ടാൽ എന്ത് ചെയ്യണം? ആദരിക്കണം. ആരെങ്കിലും കയറി വരുമ്പോൾ കാലും വെച്ചിരുന്നുകൊണ്ട് കൈ കൊടുക്കുന്ന സംസ്കാരം പെന്തക്കോസിൻ്റെ സംസ്കാരമേ അല്ല. എത്ര ചെറിയ ആളാണ് വലിയ ആളാണെങ്കിലും ഹല്ലേലൂയ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് അനങ്ങി കൈ കൊടുക്കുന്നത് ബഹുമാനം എന്ന് പറയുന്നത്. അതൊക്കെ ഒരു ദൈവമക്കളെ നമ്മളിതൊക്കെ ചിട്ടയായി പഠിക്കേണ്ടത്. നമ്മൾ വഴിവിട്ട് പോയി അല്ല, വഴിവിട്ട് പോയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ വഴിവിട്ട് പോയി. പക്വതയുള്ളവരോട് സംസാരിക്കണം. ആലോചന പ്രാപിക്കാൻ വേണ്ടി പക്വതയുള്ളവരോട് സംസാരിക്കണം. സ്തോത്രം. ഇനിയും 1 പത്രോസ് 4:10 വാക്യം. 1 പത്രോസ് 4:10. നിങ്ങൾ ദൈവഹിതം തിരിച്ച് ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല സ്റ്റീവാർഡ്സായി ഹല്ലേലൂയ ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം. ദൈവം നിങ്ങളിൽ പകർന്നിരിക്കുന്ന വിളിയെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. ഓരോരുത്തരും വി നീഡ് ടു റെക്കഗ്നൈസ് ദ കോൾ ദാറ്റ് ഈസ് അപ്പോൺ us. നിങ്ങളിലുള്ള വിളി തിരിച്ചറിയണം. വിളി തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ദൈവഹിതമാണെന്ന് അറിയത്തുള്ളൂ. വേറൊരാൾ ചെയ്യുന്നത് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. നല്ല കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാം, നല്ല കാര്യങ്ങൾ എടുത്തു പറയാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മാത്രം, ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ, യു ആർ എ യുണീക്ക് ക്യാരക്ടർ, യുണീക്ക് പേഴ്സൺ, അല്ലെങ്കിൽ യു ഹാവ് എ യുണീക്ക് പേഴ്സണാലിറ്റി. നിങ്ങൾ അങ്ങനെ വ്യക്തിത്വമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച ഒരു വരവുണ്ട്, വിളിയുണ്ട്. സ്തോത്രം. ആ വിളിയിലാണ് നമ്മൾ പ്രയോജനപ്പെടേണ്ടത്. എല്ലാവരും അങ്ങ് മാനേജർമാരായിരുന്നെങ്കിൽ ജോലി എങ്ങനെ നടന്നേനെ? അപ്പോൾ എല്ലാം ദൈവമാണ് എല്ലാം ചെയ്തിരിക്കുന്നത്, എല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരു സഭയിലാണേലും വരങ്ങളാണേലും ദൈവം വരങ്ങൾ വിവിധ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വരം പോലെ തന്നെ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി പ്രവർത്തിക്കാൻ ഉത്സാഹിക്കണം. അന്യോന്യം യൂണിറ്റ് മിനിസ്റ്റർ ഈച്ച് അതർ. അന്യോന്യം ഈ കൃപ കൊണ്ട് വേണം ശുശ്രൂഷിക്കാൻ വേണ്ടി. സ്തോത്രമല്ല. എല്ലാവരും ശുശ്രൂഷയുടെ കാര്യത്തിൽ അവരെ ഏൽപ്പിച്ച് കൃപയ്ക്കൊത്തോളം നിൽക്കണം. ദൈവഗീതം തിരിച്ചറിഞ്ഞ് എന്നെ എന്തിനാ ദൈവം വിളിച്ചത്, അതെല്ലാവരും സ്തോത്രം തിരക്കി അറിയണം. ദൈവം എന്നെ എന്തിനാണ് വിളിച്ചത്, ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അടുത്തത് നാം ദൈവശബ്ദം ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ആ ശബ്ദത്തിനൊരു അങ്ഷൻ എപ്പോഴും ഇങ്ങനെ അകത്തിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ആത്മാവ് നമ്മുടെ അകത്ത്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് എപ്പോഴും ഇങ്ങനെ മന്ദമന്ദമായി സംസാരിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രമല്ലേ. യോഹന്നാൻ 10:27. സ്തോത്രം. ജോൺ 10:27. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും. നല്ല ഇടയനെ കുറിച്ച് പറയുകയാണ്. നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു.
എൻ്റെ അല്ലിയ ഞാൻ അല്ലാതെ വേറെ വഴിയായി കടന്നു വരുന്നവൻ കള്ളനും കവർച്ചക്കാരനും ഒക്കെ ആകുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അറിയുന്നു. ദൈവ മക്കളെ, ദൈവശബ്ദം ദൈനംദിനം കേൾക്കുക. ദ വിസ്പറിങ്, ദ ഓഡിബിൾ വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആ മൃദുവായ ശബ്ദം. നമ്മുടെ പഴയ കാലത്തൊക്കെ പാടുമായിരുന്നു, നിൻ്റെ മൃദുസ്വരം എന്നെ എന്ത് ചെയ്യണം, കേൾപ്പിക്കണമേ എന്ന്. കാരണം വലിയ ശബ്ദത്തിലൊന്നും കേൾക്കാനുള്ള നമുക്കുള്ള പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് കർത്താവ് എന്നോടൊന്ന് ആ വിസ്പറിങ് ജെൻറ്റിൽ വോയിസ്. ഏലിയാവ് തന്നെ ആ ഗുഹയ്ക്കകത്തിരുന്നുകൊണ്ട് പറയാം, അതിനുള്ള ത്രാണിയൊന്നുമില്ല. കാരണം കൊല്ലുമെന്ന് പേടിച്ചൊക്കെ ഇരിക്കുന്ന അവസാനം അടയൊക്കെ കഴിച്ച് ഓടിയെങ്കിലും ഗുഹയ്ക്കകത്ത് വന്നിരിക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റ് കടന്നുപോയി. അതിനകത്ത് ആരില്ലായിരുന്നു. ഏലിയാവിനെ സംബന്ധിച്ച് കൊടുങ്കാറ്റും ചുഴലിക്കാറ്റൊന്നും പേടിയുള്ള വിഷയമൊന്നുമില്ല. തീ കണ്ടിട്ടുള്ള ആളാണ്, മഴ കണ്ടിട്ടുള്ള ആളാണ്. കാരണം ശരവേഗത്തിൽ അല്ലെങ്കിൽ രഥത്തിൻ്റെ മുമ്പിൽ 40 മൈൽ സ്പീഡിൽ രഥം ഓടും, അതിൻ്റെ മുമ്പിൽ അരമുറുക്കിക്കൊണ്ട് ഓടുന്ന മനുഷ്യൻ. അതുകൊണ്ട് ഏലിയാവിന് കൊടുങ്കാറ്റും തീയും കാറ്റും ഒന്നും എന്തില്ല. പക്ഷേ നാം ഇതിനെയൊക്കെ പേടിക്കുന്ന ദുർബല നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടാകും. രോഗം വന്നാൽ പേടിയില്ലാത്ത കാലം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു പനി വന്നാൽ പോലും പേടിച്ച് വറച്ചു പോകുന്ന കാലമുണ്ട്. ഈ സമയത്ത് ദൈവം നമ്മോട് ഇടപെടുന്നത് മൃദുസ്വരത്തിൽ കൂടെ. ഒരു കൊടുങ്കാറ്റ് കടന്നുപോയി, അതിനകത്ത് ആരില്ലായിരുന്നു, ദൈവമില്ലായിരുന്നു. തീ കടന്നുപോയി, അതിനകത്തില്ലായിരുന്നു. പക്ഷെ ഒരു മൃദുസ്വരം, ആ ഒരു മൃദുസ്വരം ചിലപ്പോൾ ആർക്കും സംസാരിക്കാത്ത, ദൈവാത്മാവിനെ പഠിപ്പിച്ച പാഠങ്ങൾ ഒന്നതാണ്. ആക്രോശിച്ചുകൊണ്ട് ഇസബേൽ അവിടെ നിൽക്കുമ്പോൾ ശാന്തമായി സംസാരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ. നിന്നെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി കത്തുമയച്ച് ഹല്ലേലൂയ വെളിച്ചപ്പാടെത്തിയ പോലെ ഉറഞ്ഞു തുള്ളുന്ന വാളുമെടുത്ത് കൊട്ടാരത്തിൽ ഹല്ലേലൂയ ഇസബേൽ നിൽക്കുമ്പോൾ എൻ്റെ ചെവിയിൽ ഒരു മന്ന സ്വരം. ദൈവത്തിൻ്റെ സ്നേഹത്തിനായി എത്ര പേര് നന്ദി പറയും. ഹല്ലേലൂയ. when people are roaring against you, ഹല്ലേലൂയ. സ്തേഫാനോസ് കണ്ടതുപോലെ ജനം പല്ല് കടിച്ചുകൊണ്ട് കല്ലെടുത്തെറിയുവാൻ ആക്രോശിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവപുത്രൻ കയ്യും നീട്ടി നിൽക്കുന്നത് കണ്ടു. അതല്ലേ കാണേണ്ടത്. മറ്റുള്ളവർ നമുക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ആക്ഷേപിക്കുമ്പോൾ, കൈകൊട്ടി ചിരിക്കുമ്പോൾ, ഒറ്റിക്കൊടുക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ ഞാനും നിങ്ങളും കാണേണ്ടത് ആക്രോശിക്കുന്നവൻ്റെ മുഖവും അവൻ്റെ വാക്കും അവൻ്റെ കയ്യിലിരിക്കുന്ന കല്ലിൻ്റെ എണ്ണവും അല്ല നോക്കേണ്ടത്. എനിക്ക് വേണ്ടി തുറന്ന സ്വർഗവും നീട്ടപ്പെട്ട കൈകളും എന്നെ ആലിംഗനം ചെയ്യുന്ന ദൈവസാന്നിധ്യവും കാണുമ്പോൾ നാം അറിയാതെ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ടു പോകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ മൃദു സ്വരം എപ്പോഴും കേൾക്കണം. എവറി ഡേ വി നീഡ് ടു ലിസൺ ടു ദ വിസ്പറിങ് വോയിസ്, ദ ജെന്റിൽ വോയിസ് ഓഫ് ഗോഡ്. ദൈവഗീതം തിരിച്ചറിയാൻ വേണ്ടി ദൈവശബ്ദം ശ്രവിച്ചുകൊണ്ടേയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും നമ്മുടെ ഹൃദയത്തെ ശ്രദ്ധിക്കണം. എപ്പോഴും ലിസൺ ടു യുവർ ഹാർട്ട്. നമ്മൾ സാധാരണ ഹൃദയത്തെ എങ്ങനെ ശ്രദ്ധിക്കുന്നത്? പൾസ് നോക്കിയിട്ട് സാധനം അടിക്കുന്നുണ്ടോ, ഇവിടെ ഇരിക്കുന്ന സാധനം ഇവിടെ നോക്കുന്നത് എന്തോ അടിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാൽ ദൈവം ഉദ്ദേശിക്കുന്ന മൈൻഡിനെ ഒന്ന് ശ്രദ്ധിക്കണം. സങ്കീർത്തനം 37 സങ്കീർത്തനം 4-5 വാക്യങ്ങൾ. ജീസസ്. യഹോവ ഡിലൈറ്റ് ഇൻ ദ ലോർഡ്. യഹോവയിൽ തന്നെ എന്ത് ചെയ്യണം? രസിക്കണം. ഒരു കാര്യം എങ്ങനെ രസിക്കുന്നത്, സന്തോഷിക്കുന്നത് എങ്ങനെയാ? ആ കാര്യത്തെക്കുറിച്ച് നനയ്ക്കുമ്പോഴാണ്. ഓർത്ത് ചിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ? ഓർത്ത് കരയും. ഒരു കാര്യം പിന്നെ ഓർക്കുമ്പോൾ കരച്ചിൽ വരും, അല്ലെങ്കിൽ സന്തോഷമുള്ള കാര്യമാണെങ്കിൽ ഓർക്കുമ്പോൾ ദൈവത്തെ ഓർക്കുക എന്നാണ്. റിമെമ്പർ ദ ലോർഡ്, റിമെമ്പർ യുവർ ക്രിയേറ്റർ. യൗവനക്കാരാ, നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ വേറെ രസങ്ങളെല്ലാം മാറുമെന്നല്ലേ അതിൻ്റെ അർത്ഥം. ആഫ്റ്റർ എക്സ്പ്ലെയിനിങ് അബൌട്ട് ഓൾ ദ ഫാൻറ്റസീസ് ആൻഡ് ഫാൻസീസ് ഓഫ് ദിസ് വേൾഡ്, സോളമൻ പറയുക, യൗവനക്കാരാ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങളൊക്കെ കടന്നു വരാൻ പോകുക. ഇഷ്ടമില്ലാത്ത വഴിയിൽ കൂടെ ഒക്കെ വലിച്ചുകൊണ്ട് പോകേണ്ട കാലഘട്ടം വരും. അതുകൊണ്ട് ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇവിടെ പറയുകയാണ്, എന്ത് ചെയ്യണം? യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ലിസൺ ടു യുവർ ഹാർട്ട്. ഹൃദയത്തെ സന്തോഷിപ്പിക്കണം. ഹൃദയത്തിൻ്റെ സന്തോഷമാണ് സ്തോത്രമല്ലിയ. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. ദ ഗ്രേറ്റ് മെഡിക്കേഷൻ എന്ന് പറയുന്നത് ബി ഹാപ്പി, എ ചിയർഫുൾ ഹാർട്ടാണ്. സന്തോഷമുള്ള ഹൃദയം ഉണ്ടായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. വിഷമവും വേദനയും മുഖവും ഹല്ലേലൂയൊക്കെ ഇങ്ങനെ വീർപ്പിച്ചൊക്കെ വന്നിരുന്നിട്ട് മിക്കവാറും അസുഖങ്ങൾ അതിൻ്റെ കെയറോഫിലാണ്. നമുക്ക് തന്നെ രോഗികളായി മാറുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ല സന്തോഷമുള്ള ഹൃദയം. ചിരിച്ചുകൊണ്ട് എല്ലാവരും. അതുകൊണ്ട് ഇന്ന് സഭായോഗത്തിന് എല്ലാവരും ചുമ്മാ ചിരിച്ചുകൊണ്ട് പല്ല് കാണിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ പറഞ്ഞു വരുന്നത്. നല്ല ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരു സന്തോഷം, നല്ല സന്തോഷം, നല്ല മുന്നോട്ട് പോകാം. സ്തോത്രം. അപ്പം ഹൃദയത്തെ നമ്മുടെ ഒരു നല്ല ഹാപ്പി ഹാർട്ടായിട്ട് എല്ലാവരും ഇരിക്കണം. സ്തോത്രം. ഇനിയും നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് നോക്കണം. ദൈവം തിരിച്ചറിയാൻ വേണ്ടി ദൈവം ഇങ്ങനെ, ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ച പറയാം, സയൻസ് ആൻഡ് വണ്ടേഴ്സ് പോലെ ചില കാര്യങ്ങളൊക്കെ ദൈവം ഇടപെടും. ഒന്ന് വായിച്ചാട്ട് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 6-10 വരെ. ആക്ട്സ് ചാപ്റ്റർ 16. ബൈബിൾ ക്ലാസ് ആകുമ്പോൾ നമുക്ക് ഒത്തിരി ബൈബിളിലെ വാക്യങ്ങൾ വായിക്കണമല്ലോ.
Acts chapter 16 verse 6 through 10. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് ആര് വിലക്കി? പരിശുദ്ധാത്മാവ് വിലക്കി. നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിന് ആത്മ വിലക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യത്തിന് ആത്മ വിലക്കിയിട്ടുണ്ടോ? ഒന്ന് ഇടയ്ക്കിരുന്ന് ആലോചിച്ചോട്ടെ. സ്തോത്രം. എന്തെങ്കിലും കാര്യത്തിന് പെർമിഷൻ തന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ആസിയിൽ വചനം പ്രസംഗിക്കരുത്. സ്തോത്രം. ദൈവദാസന്മാരെ വചന ശുശ്രൂഷയ്ക്കൊക്കെ വിളിക്കുന്ന ഉടനെ ചാടിക്കയറി നമ്മളങ്ങ് പ്രോഗ്രാം ഒന്നും കൊടുക്കാറില്ല. പ്രാർത്ഥിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞ് പറയാമെന്ന് പറയും. പഴയ കാലത്ത് ദൈവദാസന്മാർ അങ്ങനെ തന്നെ പ്രോഗ്രാം എടുക്കുള്ളൂ. മറ്റേ ഇപ്പം ഞാനത് ഡയറി നോക്കട്ടെ എന്നാണ് പറയുന്നത്. ഞാനത് ഡേറ്റ് ഉണ്ടോയെന്ന് നോക്കട്ടെ. ഡേറ്റ് ഉണ്ടെങ്കിൽ ദൈവഗീതം, ഡേറ്റ് ഇല്ലെങ്കിൽ ദൈവഗീതമല്ല. ഒരേ സമയത്ത് 2 ഡേറ്റ് കൊടുക്കുന്നവരുണ്ട്. ഞാൻ ആകെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വിസിറ്റിംഗ് പാസേജിന് അറിയാതെ 2 പേർക്കൊക്കെ കലണ്ടറെ നോക്കാതൊക്കെ 2 പേർക്ക് കൊടുക്കാറുണ്ട് ഒരേ സമയത്ത്. പ്രാർത്ഥിച്ചാണ് ദൈവഗീതം അറിയേണ്ടത്. ദൈവസ്ഥലിൽ ഇരുന്നിട്ട് ഒരു സ്ഥലത്ത് ഞങ്ങൾ പ്രസംഗിക്കാൻ പോകും. പഴയ കാലത്ത്, ഞാൻ ഇപ്പോഴത്തെ മോഡേൺ സിസ്റ്റം ഒന്നുമല്ല പറഞ്ഞത്, ഒരു 20 വർഷം മുമ്പൊക്കെ ഒരു സ്ഥലത്തൊക്കെ ദൈവദാസം ഒരു കൺവെൻഷനൊക്കെ നടക്കുന്നതിന് മുമ്പ് എത്ര ദിവസം ഉപവാസ പ്രാർത്ഥനയായിരുന്നു സഭകളിലൊക്കെ. ഓർമ്മയുണ്ടോ നിങ്ങൾക്കതൊക്കെ? സ്തോത്രം. പന്തലൊക്കെ ഇടാൻ വേണ്ടി വരുന്നതൊക്കെ എന്തൊരു ആഘോഷം തന്നെ ആയിരുന്നു, എന്തൊരു ആവേശമായിരുന്നു. പന്തലൊക്കെ ഇട്ടിട്ട് മൈക്കൊക്കെ വെച്ച് കേട്ട് അത് യാക്കോബക്കാരൻ്റെ വായിലോട്ട് തന്നെ കോളാമ്പി. കാരണം അങ്ങോട്ട് തെങ്ങലൊരെണ്ണം പ്രത്യേകിച്ച് പറയും, പാസ്റ്റർമാർ പറയും. കാരണം ഈ കിഴക്കോട്ടൊരെണ്ണം വെച്ചേക്കണം, വടക്കോട്ടൊരെണ്ണം വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ സഹിച്ച് എത്രയോ പേര് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ? എന്തൊക്കെയാണ് ആ കോളാമ്പി ഉള്ള സാധനമൊക്കെ വലിച്ചു കെട്ടി ഒരുത്തൻ മേളിൽ വന്ന് കയറി അതിൻ്റെ പുറയിലൊരു യൂണിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം, അതേ വയറൊക്കെ കണക്ട് ചെയ്ത് അത് നാട്ടു മൊത്തം വലിച്ചു കൊണ്ടുവന്ന് കണക്ട് ചെയ്യുക. എന്ത് രസമായിരുന്നു. മുട്ടയെ കറണ്ട് അടിക്കും. ഓർമ്മയുണ്ടോ? പഴയ കാലത്തെ മൈക്ക് മുട്ടിയ കറണ്ട് അടിക്കും. കാരണം ഇതിങ്ങനെ ഇരിക്കുന്ന മൈക്കാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ആത്മാവിലാവുന്നൊന്നുമല്ല, ചെറിയ മുട്ടിയ കാരണം കറണ്ട് അടിക്കും. അതുകൊണ്ടാണ് നമ്മളുടെ ബാപ്റ്റിസം നടക്കുമ്പോൾ തന്നെ വയേർഡ് മൈക്ക് വേണ്ടെന്ന് പറയുന്നത്. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളായിരുന്നു. ഒരു ആഘോഷം തന്നെ, പ്രാർത്ഥനയായിരുന്നു. ദൈവഗീതത്താൽ രോഗശാന്തി ശുശ്രൂഷകളൊക്കെ നടന്നതിൻ്റെ കാരണം അതിനുവേണ്ടി ഒരു ഒരുക്കം ഉണ്ടായിരുന്നു. ദൈവഗീതമാണോ ഒരു സ്ഥലത്ത് ഒരു കാര്യം ചെയ്യേണ്ടത്? ദൈവഗീതമാണോ? എൻ്റെ ബുദ്ധിക്കോ എൻ്റെ കഴിവിനോ എൻ്റെ പണത്തിനോ എൻ്റെ പ്രതാപത്തിനോ അറിവിനോ അല്ല, ദൈവഗീതമാണോ എന്ന് തിരിച്ചറിയാം. ആസിയിൽ വചനം പ്രസംഗിക്കരുത്. അത് കേൾക്കാനുള്ള ചെവി പൗലോസിനുണ്ടായിരുന്നു. അടുത്ത വാക്യം. ബിഥുനിയയ്ക്ക് പോകുവാൻ ശ്രമിച്ചപ്പോൾ യേശുവിൻ്റെ ആത്മാവ് സമ്മതിച്ചില്ല. ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ്. അല്ലെങ്കിൽ തന്നെ ടിക്കറ്റ് എടുത്തു, കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു, ആൾക്കാരെ വിളിച്ചു, കാര്യമൊക്കെ റെഡിയാണ്. പക്ഷെ ബിഥുനിയയ്ക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ആത്മാവ് എന്ത് ചെയ്തില്ല? സമ്മതിച്ചില്ല. ഇതൊക്കെയാണ് ദൈവമക്കളെ ദൈവഹിതം തിരിച്ചറിയുക എന്ന് പറയുന്നത്. നമ്മുടെ അകത്ത് വിലക്കുന്ന ഈ ആത്മാവ്, അനുവാദം തരുന്ന ഈ ആത്മാവ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇനി അടുത്തുള്ള വാക്യങ്ങൾ വരുമ്പോൾ, അന്ന് രാത്രിയിലാണ് മക്കദോനിയ ദർശനമൊക്കെ കാണുന്നത്. മക്കദോനിയക്കാരൻ ഒരു പുരുഷൻ വന്നിട്ട് 8-ാം വാക്യം തൊട്ട്, ഞാൻ രാത്രിയിൽ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഞങ്ങളുടെ അടുക്കൽ വന്ന് സഹായിക്കണമെന്നൊരു സഹായ അഭ്യർത്ഥന, അതൊക്കെ നാം അവിടെ വായിക്കുന്നുണ്ട്. അപ്പം ദൈവഹിതം തിരിച്ചറിയാൻ ചുറ്റുപാടുകളിലേക്ക് നോക്കണം. ഗോഡ് ഈസ് സ്പീക്കിംഗ് ത്രൂ ദ സർക്കംസ്റ്റാൻസസ്. നമ്മുടെ സാഹചര്യങ്ങൾ കൂടി ഇങ്ങനെ ദൈവം നമ്മളോട് എന്തുകൊണ്ടിരിക്കും? സംസാരിച്ചുകൊണ്ട്. ചിലപ്പോൾ കുഞ്ഞുങ്ങളിൽ കൂടെ ആയിരിക്കും, ഒരു രോഗത്തിൽ കൂടെ ആയിരിക്കും. പോസ് ഫോർ എ മൊമെന്റ്. വാട്ട് എവർ അൺയൂഷ്വൽ തിങ്സ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ്, ജസ്റ്റ് പോസ് ഫോർ എ മൊമെന്റ്. എന്ത് വിഷയം ഉണ്ടായാലും ഒന്ന് നിർത്തിയിട്ട് ചിന്തിക്കണം, ഇതിൽ കൂടെ ദൈവം എന്ത് ഇടപെടുന്നത്. ഹല്ലേലൂയ. രോഗം വരുന്ന ഉടനെ നല്ലതാ ഡോക്ടറെ വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതെല്ലാം നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു നിമിഷം നിന്നിട്ട് ഇതിൽ കൂടെ ദൈവത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? വി നീഡ് ടു റെക്കഗ്നൈസ് ദ കമ്മ്യൂണിക്കേറ്റിംഗ് ലാംഗ്വേജ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സംസാരമെല്ലാം അനുഗ്രഹം, അതും ചോദിക്കണം. അത് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് ആവർത്തിക്കാൻ കഴിയത്തില്ല. അനുഗ്രഹം തരുമ്പോഴും നിർത്തിയിട്ട് ചോദിക്കണം, എന്തിനാ ദൈവം നീ എന്നെ അനുഗ്രഹിച്ചത്? അർഹതയില്ലാത്ത സ്ഥാനത്ത് നീ എന്നെ എന്തിനാ അനുഗ്രഹിച്ചെന്ന് ചോദിക്കണം. എന്തിനാ എനിക്ക് പ്രൊമോഷൻ തന്നത്? എന്തിനാ എൻ്റെ സാലറി കൂട്ടുന്നത്? എന്തിനാ എനിക്ക് തലമുറയെ തന്നത്? എന്തിനാ എനിക്ക് വീട് തന്നത്? ദൈവത്തോട് ചോദിക്കണം. കാരണം മറ്റുള്ളവരുടെ പലരുടെ ഇല്ലായ്മ നിങ്ങളുടെ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട് ദൈവഗീതം തിരിച്ചറിയുവാനുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. നിർത്തി ചോദിക്കണം. അപ്പം ചുറ്റുപാടുകളിൽ നിന്ന് ആ ദൈവ സന്ദേശം കേൾക്കാം. ഇനി നമുക്ക് പോകാം. ഇനിയും ദൈവമക്കളെ, നിങ്ങൾ ചോദിക്കാത്ത കൊണ്ട് ഇതെല്ലാം നേരത്തെ ഓൾറെഡി പ്രീ പ്ലാൻഡാണ്. നമ്മുടെ ജീവിതത്തിലെ ജനനം തൊട്ട് മരണം വരെയുള്ള സകല കാര്യങ്ങളും സ്വർഗത്തിൽ പ്രീ പ്ലാൻഡാണ്, പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാനും പറ്റത്തില്ല, മാറ്റാനും പറ്റത്തില്ല, ഒന്നും ഓൾട്ടർ ചെയ്യാനും പറ്റത്തില്ല. വായിച്ചാട്ട് 139-ാം സങ്കീർത്തനം, അതിൻ്റെ 16-ാം വാക്യം. Psalms 139 verse 16. അതിൻ്റെ 13-ാം വാക്യം തൊട്ട് വായിച്ചു കഴിഞ്ഞാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ് നമ്മുടെ സൃഷ്ടിയെക്കുറിച്ചുള്ള
വലിയുണ്ട്. നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു, ഭയങ്കരവും അതിശയകരമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ പ്രവൃത്തികൾ എത്ര അത്ഭുതമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗം നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. 16-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ, when I was nothing, ഹല്ലേലൂയ, ഇൻ മൈ സബ്സ്റ്റൻസ്, ഒരു പൊട്ടുപോലെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ, ഹല്ലേലൂയ, ഒന്നുമില്ലാതിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളിൽ, ഹല്ലേലൂയ, ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ, സ്തോത്രം, അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ, ദാറ്റ് ഈസ് വെൽ റെക്കോർഡഡ് ഇൻ ഹെവൻ, സ്വർഗത്തിലെല്ലാം എഴുതി വെച്ചിരുന്നു. ഹല്ലേലൂയ. എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ പുസ്തകത്തെ തിരക്കി അറിയുക. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കുവേൻ, അതിലൊന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എൻ്റെ എല്ലാ പ്രശ്നത്തിനും ചേർത്ത് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. വൈ ഇറ്റ് ഹാപ്പൻ ടു ഹിം, അപ്പുറത്ത്. അതുകൊണ്ടാണ് മോശയ്ക്ക് ഒരു സംശയം, കർത്താവെ ഞാൻ വിക്കനാണ്, തടിച്ച. ദൈവം ഉടനെ പുസ്തകം തുറന്ന് വായിച്ച് കേൾപ്പിച്ചു, ഞാനല്ലോ ഹല്ലേലൂയ ഊമനെയും ചെകടനെയും വിക്കനെയും നിർമ്മിച്ചത്. അതിൻ്റെ അപ്പുറത്ത് ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്, അടുത്ത കോളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, വിക്കനെ നിർമ്മിച്ചത് ആരാണ്? ദൈവമാണ്. ഊമനെയും ചെകിടനെയും നിർമ്മിച്ച ദൈവമാണ്. അതെല്ലാം അപ്പുറത്തെ പേജിനകത്തുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ എവരി അപ്സ് ആൻഡ് ഡൗൺ ഫൈൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവം അതിനെക്കുറിച്ച് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? എത്ര വളരെ അനുഗ്രഹമായിരിക്കും അങ്ങനെ കണ്ടുപിടിച്ച് ഓരോ ദിവസവും. എൻ്റെ ഈ നഷ്ടത്തിന് കാരണം എന്താ? എൻ്റെ ഈ പരാജയത്തിന് എന്താ കർത്താവേ കാരണം? എൻ്റെ വേദനയ്ക്ക് അപ്പുറത്ത് നിൻ്റെ വാക്കുകൾ എന്താണ്? അവയെല്ലാം നിൻ്റെ പുസ്തകത്തിലില്ലയോ? ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതോർത്ത് ചോദിച്ചറിയണം ഓരോ ദിവസവും, കർത്താവേ നിൻ്റെ പുസ്തകത്തിൽ എന്താ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? വാട്ട് ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ യുവർ ബുക്ക് എന്ന് ദൈവത്തോട് ചോദിക്കാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. 1 തെസ്സലോനി 5:16 തൊട്ട് ദൈവം കൂടെ തിരിച്ചറിഞ്ഞ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 1 തെസ്സലോനി 5:16 തൊട്ട് വായിക്കാം. എപ്പോഴും ആ വാക്യം. ഇതാ ദൈവ ഇഷ്ടം. എപ്പോഴും എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ് ആവർത്തിക്കുന്ന, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, regardless of your circumstances, whether people are on your side or not, doesn't matter, it cannot affect my mood, I should be happy all the time. ആരെന്തോ പറഞ്ഞാലും ഒരു ദൈവത്തിൽ എന്തായിരിക്കണം? എപ്പോഴും സന്തോഷിക്കണം. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ വേദന കരഞ്ഞുകൊണ്ട് സന്തോഷിക്കുക. അത് കരയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ദുഃഖം വരും, മരണം, വേർപാട്, മറ്റുള്ളത് ദുഃഖമൊക്കെ വരുമ്പോൾ കരയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അകത്തെന്തായിരിക്കണം? സന്തോഷമായിരിക്കണം. സ്തോത്രം. യേശു പറഞ്ഞത്, ഞാനിവിടെ എന്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാ? യോഹന്നാൻ 15:11, ഐ ഹാവ് ടോൾഡ് ഓൾ ദീസ് തിങ്സ് ടു യു ദാറ്റ് യു മേ ഹാവ് ജോയ് ആൻഡ് ജോയ് ഇൻ അബണ്ടൻസ്. ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാ? സന്തോഷിക്കണം. സ്തോത്രം. ദൈവമക്കളെ സന്തോഷിക്കണം. ദൈവമക്കളെ എപ്പോഴും സന്തോഷം, ആത്മസന്തോഷം എന്നാണ് അതിന് പറയുന്നത്. അകത്ത് കൈക്ക് വേദനയുള്ളപ്പോഴും നമ്മൾ ആത്മാവിൽ സന്തോഷിക്കും. നിരാശ കുമിഞ്ഞു കൂടുമ്പോഴും നമ്മൾ ആത്മാവിൽ സന്തോഷിക്കും. 2 കണ്ണിൽ കൂടെയും കുടുകുടാ കണ്ണുനീർ ഒഴുകുമ്പോഴും നമ്മൾ ആത്മാവിൽ സന്തോഷിക്കും. അകത്ത മനുഷ്യനെ ക്ഷീണിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 37-ാം സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് പറഞ്ഞൊരു പദമുണ്ട്, ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ എന്ത് ചെയ്യരുത്? മുഷിഞ്ഞു പോകരുത്. നീതികേട് പ്രവർത്തിക്കുന്നവരോട് അസൂയപ്പെടരുത്. മുന്നോട്ട് വാങ്ങുമ്പോഴല്ലേ ദോഷം പ്രവർത്തിക്കുന്നവരോട് മുഷിഞ്ഞു പോകരുത്. അപ്പം മുഷിപ്പിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ ശ്രമിക്കും. നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളങ്ങ് തീരുമാനിക്കണം, ഞങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യത്തില്ല? മുഷിയത്തില്ലെന്ന് തീരുമാനിക്കണം. അങ്ങനെ എടുക്കാൻ പറ്റുമോ? വാട്ട് ദ പീപ്പിൾ സേ ലെറ്റ് ദം സേ. ആരെന്ത് പറഞ്ഞാലും അവർ പറഞ്ഞോട്ടെ. നമ്മളും വേണേൽ കൈ അടിച്ചു കൊടുത്തത്, താങ്ക് യു ബ്രദർ. അങ്ങനെ ഒന്ന് കൈ അടിച്ചു കൊടുത്താട്ടെ. നമുക്കൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? നമ്മളെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും ആക്കി പറഞ്ഞാട്ടെ. കളവായി പറയുമ്പം സ്വർഗത്തിൽ എന്ത് ചെയ്യണം? പ്രതിഫലമുണ്ട്. നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും ഉള്ളത് പറയുമ്പോഴോ? നേരത്തെ ഇപ്പോൾ കളവായി പറഞ്ഞ കാര്യമാണ്. നിങ്ങളെക്കുറിച്ചുള്ള കുറ്റം ഉള്ളത് പറയുമ്പോഴോ അപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഞാനത് ചെയ്തിട്ടല്ലേ അവരങ്ങനെ പറഞ്ഞ്. അങ്ങനെ ഒന്ന് ആശ്വസിച്ചാട്ടെ. തല്ല് കിട്ടിയത് കുറ്റം ചെയ്തിട്ടാണല്ലോ. അടി കിട്ടി, അതിന് സ്തോത്രം. കർത്താവെ, തൽക്കാലം ആൾക്കാരൊക്കെ അതിനൊക്കെ കാരണം കണ്ടുപിടിച്ചല്ലോ, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ എല്ലാറ്റിനും എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഇടവിടാതെ, ഹല്ലേലൂയ, ഇടവിടാതെ, ഇടവിൽ നിന്നൊക്കെ പ്രാർത്ഥിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഹല്ലേലൂയ, രാവിലെ 6 മണിക്ക് തുടങ്ങി പിറ്റേന്ന് രാവിലെ 6 മണി വരെ 24/7 പ്രാർത്ഥന, ഹല്ലേലൂയ, മുട്ടയിൽ നിൽക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ട്യൂൺ യുവർ ഹാർട്ട് വിത്ത് ഗോഡ്. ദൈവവുമായുള്ള വിഷയത്തിനകത്ത് ഒരു വാക്കെങ്കിലും പ്രാർത്ഥനയോടെ വേണം കാര്യങ്ങൾ തുടങ്ങാൻ. ആഹാരം കഴിക്കുമ്പോൾ, ഹല്ലേലൂയ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വീട്ടിൽ തിരിച്ചു വരുമ്പോൾ എപ്പോഴും വിഷയങ്ങൾക്ക് വേണ്ടി ഒരു സ്തോത്ര പ്രാർത്ഥന. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. ഇതല്ലോ
നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവിൽ എന്ത് ദൈവഇഷ്ടത. ദൈവമക്കളെ തിരിച്ചറിയണം. നമുക്ക് ഇന്ന് രാവിലെ കഴിഞ്ഞ 3-4-5 ആഴ്ചകളായി നാം പഠിച്ചു വന്നത് ദൈവ ഇഷ്ടം തിരിച്ചറിയുവാൻ ശൗൽ പരാജയപ്പെട്ടതുകൊണ്ട് അവൻ പട്ടുപോകേണ്ടതായി വന്നു. അടുത്തുള്ള ആഴ്ചകളിൽ പരിശുദ്ധാത്മാവ് നിയോഗം തരുന്ന വ്യക്തികളെക്കുറിച്ച് നാം പഠിക്കുന്നതായിരിക്കും. ശൗൽ പട്ടുപോയതിൻ്റെ കാരണം ഒന്ന് ആവർത്തിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വളരെ പ്രതീക്ഷയോടാണ് ദൈവം അവനെ രാജസ്ഥാനത്തെ കൊണ്ടുവന്നത്. അവൻ്റെ ഇസ്രയേലിൽ തോൾ മുതലുള്ള പൊക്കമോ അവൻ്റെ സൗന്ദര്യമോ കോമളത്വമോ ഒന്നും അല്ല ദൈവം ആഗ്രഹിച്ചത്. അവിടെ ഒരു വാക്യം പറയുന്നുണ്ട്, വളരെ ചിന്തിക്കേണ്ടതാണ്. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ ശമൂവേൽ പറയുന്നുണ്ട്, ദർ വാസ് എ ഡേ യു ഫെൽറ്റ് യുവർസെൽഫ് സ്മോൾ ഇൻ യുവർ ഓൺ ഐസ്. നിന്റെ കാഴ്ചയ്ക്ക് നീ തന്നെ ചെറുതായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഇസ്രയേലിൻ്റെ രാജസ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുവന്നു. ഇന്ന് നിനക്ക് തോന്നുന്നു നീ വലിയവനാണെന്ന്. ദൈവമക്കളെ, ഈ വലിപ്പം ഭാവമാണ് നമ്മുടെ പരാജയത്തിന് കാരണം. ഞങ്ങളിൽ ആർ വലിയവനെന്ന വലിയ ഭാവം എല്ലാവരും കൂടെ ചെയ്യുകയാണ്. ഞങ്ങളിൽ ആരാണ് ഏറ്റവും ചെറുതെന്ന് പറയുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് രാവിലെ നമുക്കും ചോദിക്കാൻ പറ്റുമോ, ആം ഐ ദ ലീസ്റ്റ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്? ദൈവസഭയിലെ. അതുകൊണ്ട് നിങ്ങളുടെ പദവി പോകുന്നില്ല, ശമ്പളം കുറയുന്നില്ല. ആ ചെറിയ മനോഭാവം, ഞാൻ ഒന്നുമില്ല കർത്താവേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ യേശു ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. ദൈവഹിതം തിരിച്ചറിയണം. ശൗൽ പരാജയപ്പെട്ടു. അനുസരണക്കേട്, ഒന്നിന് പിറകെ ഒന്നായി അനുസരണക്കേട്. അത് മറച്ചു വെക്കുവാൻ ആത്മീയത്തിൻ്റെ വേഷം ധരിച്ചു. ദൈവദാസന്മാരുടെ വസ്ത്രം വലിച്ചു കയറി ഉപദ്രവിക്കാൻ തുടങ്ങി. ശുശ്രൂഷ സ്വയം ചെയ്യാൻ തുടങ്ങി. ഏൽപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. വെളിച്ചപ്പാടത്തിനടുക്കെ പോയി ആലോചന ചോദിച്ചു. ദൈവാലോചന നിരസിച്ചു കളഞ്ഞു. ദൈവഹിതത്തിൽ നിന്ന് പുറത്തുപോയി മടങ്ങി വരുവാൻ കഴിയാത്ത മാനസാന്തരം. അവസാനം ഗിൽബോവ പർവ്വതത്തിൽ വേദനയോടെ കാണുന്നൊരു കാഴ്ചയാണ്. 2 ഉത്തരങ്ങൾ അതിനുണ്ടെങ്കിലും നമ്മളത് എടുത്ത് വിശദീകരിക്കുന്നില്ല. വാളിൻ്റെ മേൽ വീണിട്ട് താനും തൻ്റെ മകനും മരിക്കുന്ന ആ യുദ്ധം, ഗിൽബോവ പർവ്വതം. സ്തോത്രം, ഹാലല്. ഇസ്രയേലിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകുന്ന കാലഘട്ടം. അവൻ്റെ ശിരസ് കട്ട് ചെയ്തിട്ട് ഹല്ലേലൂയ ഫെലിസ്ത്യർ വന്ന് ഗബയിൽ കൊണ്ടുപോയി ഭിത്തിയിൽ ചുവരിൽ തറച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. വേദനയോടെ ഞാനത് വായിക്കുന്നു. നിങ്ങൾ വായിച്ചു നോക്കൂ. ഫെലിസ്ത്യർ വന്നിട്ട് ശൗലിൻ്റെയും യോനാഥാൻ്റെയും തല വെട്ടിയെടുത്തിട്ട് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തറച്ചു വെച്ചു ഭിത്തിയേൽ. ഓർമ്മയുണ്ടോ? സ്തോത്രം. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു യൗവനക്കാരൻ മുമ്പിൽ ഇരുന്ന് പാട്ട് പാടിയപ്പോൾ അവനെ ചുവരോട് ചേർത്ത് തറയ്ക്കുവാൻ നീ കുന്തമെറിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് നിന്റെ തല ഭിത്തിയിൽ കുന്തം കൊണ്ട് ചേർത്ത് വെച്ച് ഫെലിസ്ത്യർ ആഘോഷിക്കുക. ഓർത്തുകൊള്ളുക, യൗവനക്കാരനാണേലും ഭർത്താവാണേലും ഭാര്യയാണേലും നീ ആരെയെങ്കിലും ചുവരോട് ചേർത്ത് തറയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ അനീതിയുള്ള ദൈവമല്ല, നീതിയുള്ള ദൈവമാണ്. ഹാലിൽ പട്ടുപോയത് എന്ത്? മടങ്ങി വരാമല്ലോ. അവനെക്കാട്ടി വലിയ പാപമല്ലേ ദാവീദ് ചെയ്തത്? ഊരിയാവിനെ കൊന്ന്, സ്തോത്രം, വ്യഭിചാരം ചെയ്ത് അത് മറച്ചു വെച്ച് പിന്നെയും കൈകൊട്ടി പാട്ടുപാടി. എന്നിട്ടും പാപം ബോധ്യപ്പെട്ടപ്പോൾ നെടുമ്പാട് വീണ് കരഞ്ഞിട്ട്, എനിക്കിനി പഴയ ഹൃദയം വേണ്ട ദൈവമേ, എനിക്ക് പഴയ ഹൃദയം വേണ്ട ദൈവമേ. ആവർത്തിച്ച് കരഞ്ഞു. ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ഓ ലോർഡ്, റിന്യൂ റൈറ്റ് സ്പിരിറ്റ് വിത്തിൻ മീ. എനിക്ക് പഴയ ഹൃദയം വേണ്ട. നിർമ്മലനാകേണ്ടതിന് എന്നെ ഈ സോപ്പ് കൊണ്ട് കഴുകണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ നന്നായി കഴുകണമേ. നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികളൊക്കെ എൻ്റെ ഉള്ളിൽ ബന്ധം വിട്ടിരിക്കുന്നു. എന്നെ ഒന്ന് ഉടച്ചു വാർക്കണമേ. സ്വർഗം കഴുകി ഈ സോപ്പ് കൊണ്ട്. എന്തെന്നറിയത്തില്ല. എനിവേ, എൻ്റെ ആത്മീയ ഭാഷയിൽ നമുക്ക് പറയാം, യേശു തൻ്റെ രക്തം കൊണ്ട് കഴുകി. കല്ലായ ഹൃദയം കൊണ്ട് പറിച്ചെടുത്തു. മാംസളമായ ഹൃദയം വെച്ചു പിടിപ്പിച്ചു. അപ്പോസ്തലപ്രവൃത്തി 13:22 എൻ്റെ ദാസനായ ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി ദൈവം മാറ്റി. ഓ റബ്ബാനാഹത്ത്. ഇന്ന് രാവിലെ മടങ്ങി വരുവാൻ കഴിയാത്ത മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാതിരിക്കേണ്ടതിന് അനുദപിച്ച് തിരിച്ച് ദൈവകൃപയിലേക്ക് മടങ്ങി വരാം. ലെറ്റ് us return to the Lord. എല്ലാവരും ദൈവകൃപയിലേക്ക് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ഓ സ്നേഹവാബിയെ നീ എന്നെ സ്നേഹിച്ചതോ തന്നിൽ ആശ്ചര്യമേറിടും സ്നേഹവാബിയെ നീ എന്നെ സ്നേഹിച്ചതോ കണ്ണുനീരോടെ
തന്നിൽ ആശ്ചര്യം ഏറിടുന്നു. Glory. എന്താതിശയമേ ദൈവത്തിൻ എത്ര മനോഹരം. ഹല്ലേലൂയ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം ഹേരമേ ജീവിതത്തിൽ പല വീഴ്ചകൾ ജീവിതത്തിൽ പല ഓ എന്നെ കേവലം ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതി ലമഹു. ഓ എന്താതി ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാ. We worship and honor you, Father. Oh, hallelujah. നമുക്ക് ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുന്ന സമയമാണ്.